ഇറാൻ ആയുധശേഷി വർദ്ധിപ്പിക്കുന്നു. ഏറ്റവും മോശമായത് സംഭവിക്കാൻ പോകുന്നുവെന്ന് ഇസ്രായേൽ. ഇറാൻ അതിന്റെ ആയുധശേഷി വർദ്ധിപ്പിക്കുകയാണെന്നും ടെൽ അവീവിനെതിരായ അടുത്ത യുദ്ധം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പശ്ചിമേഷ്യ ഒരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുകയാണെന്ന ഭീതിയിലാണ് ഇപ്പോൾ ലോകമുള്ളത്. ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം നൽകുന്ന വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ ജൂണിലെ ഇസ്രായേൽ ആക്രമണത്തിൽ നാശനഷ്ടം സംഭവിച്ച ശേഷവും ഇറാൻ അതിന്റെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അതിവേഗം പുനരാരംഭിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആക്രമണ ശേഷി കുറഞ്ഞിട്ടില്ലെന്നും അത് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അവരെന്നും ഇസ്രായേൽ ഭയപ്പെടുന്നു. ഹിസ്ബുള്ള പോലുള്ള സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ പണവും ആയുധവും നൽകുന്നത് മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കുകയും യുദ്ധത്തിന്റെ സാധ്യതകൾ തുറന്നിടുകയും ചെയ്യുന്നു. കഴിഞ്ഞ 12 ദിവസത്തെ യുദ്ധാനന്തരം ഇറാൻ അതിന്റെ സൈനിക സുരക്ഷാ സംവിധാനങ്ങൾ പൂർണ്ണമായി പുനഃപരിശോധിച്ചു. പ്രതിരോധ സംവിധാനങ്ങൾ, മിസൈലുകൾ എന്നിവയുടെ കാര്യത്തിൽ അവർ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ്. യുദ്ധത്തിൽ പ്രയോഗിക്കാത്ത പുതിയ മിസൈൽ സംവിധാനങ്ങൾ ഇറാൻ വികസിപ്പിച്ചെടുത്തു. ഫതാഹ് മിസൈലുകളെക്കാൾ ശക്തിയേറിയ റാൻഷാർ എന്ന പുതിയ മിസൈലിനെ കുറിച്ചാണ് ഇറാനിയൻ സൈനിക സ്ഥാപനങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ പുതിയ മിസൈൽ സംവിധാനം തങ്ങൾക്കെതിരായ ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കാൻ കെൽപ്പുള്ളതാണെന്ന് ഇറാൻ കരുതുന്നു. ഇനിയൊരു യുദ്ധമുണ്ടായാൽ ഇസ്രായേലിന്റെ ആക്രമണത്തിന് മറുപടി നൽകാൻ ഇറാൻ മറ്റു സഖ്യകക്ഷികളെയോ പ്രാദേശിക ഗ്രൂപ്പുകളെയോ ആശ്രയിക്കില്ല. തങ്ങൾ തന്നെ നേരിട്ട് തിരിച്ചടിക്കാനാണ് ഇറാൻ ഒരുങ്ങുന്നത്. US പിന്തുണയില്ലാതെ ഇസ്രായേലിന് ഒറ്റയ്ക്ക് ഇറാനെ ആക്രമിക്കാൻ കഴിയില്ലെന്ന് നിരീക്ഷകർ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ഈ മേഖലയിലെ വർദ്ധിച്ചു വരുന്ന സൈനിക സന്നാഹങ്ങൾ ഏത് നിമിഷവും ഒരു വലിയ ദുരന്തത്തിന് കാരണമായേക്കാം എന്ന ഭീതി വർദ്ധിപ്പിക്കുന്നു.